ദയവായി ഈ വിഷയത്തിൽ ഞാൻ ചിരിച്ചെങ്കിലും നിങ്ങളിത് ചിരിയിൽ അവഗണിക്കരുത്. നിങ്ങൾ ഈ മാന്യനായ മനുഷ്യനെ ഒന്ന് സഹായിക്കണം. സംഭവം നടന്നത് മധ്യപ്രദേശിലാണ്. എന്തുകൊണ്ടാണിത് മലയാളത്തിൽ ഇദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്തരം ചില സന്ദർഭങ്ങളിൽ വളരെ കൃത്യമായ ചില ഉത്തരങ്ങളുമായി സാമൂഹ്യ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചാൽ ഈ സഹോദരനെ സഹായിക്കാൻ കഴിയും. നമ്മുടെ TG മോഹൻദാസ് ഏട്ടനോ, അതുപോലെ തന്നെ സാക്ഷാൽ നമ്മുടെ ശശികല ടീച്ചറോ, പിന്നെ നമ്മുടെ RV ബാബുവോ, പിന്നെ കൃഷ്ണരാജ് വക്കീലോ, കുറച്ചുകൂടി ആഴത്തിൽ ചരിത്രപരമായി എഴുതാനാണെങ്കിൽ നമ്മുടെ KS രാധാകൃഷ്ണൻ സാറോ ഒക്കെ ബന്ധപ്പെട്ടാൽ ഇതിന് വളരെ കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ പറ്റും. പ്രശ്നം നിസ്സാരമായി അവഗണിക്കേണ്ടതല്ല. അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. മധ്യപ്രദേശിലാണ് ഉജ്ജയിൻ. വളരെ ചരിത്രപരമായും ആത്മീയമായുമൊക്കെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഉജ്ജയിൻ. നമുക്ക് മലയാളികൾക്കും പ്രിയപ്പെട്ടതാണ് ഉജ്ജയിൻ. ഉജ്ജയിനിയിലെ കായിക, ആ പാട്ടുണ്ടായിരുന്നല്ലോ, നമ്മളൊരു പഴയ കാലത്തെ പാട്ട്. അവിടെ ഒരു റൈറ്റ് വിങ് വർക്കർ, വലതുപക്ഷ അതിതീവ്ര സനാതനി, അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു. കണ്ടുപിടിച്ചത് വേറൊന്നുമല്ല, ആപ്പിൾ ഐഫോണിനോട് അതിൽ സിറി ഉണ്ടല്ലോ, സിറി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇപ്പോൾ സിറിയോട് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് തിരിച്ച് പറയും, ഹായ് പറഞ്ഞാൽ ഹായ് തിരിച്ച് പറയും, അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് പറയും. പക്ഷേ ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ലത്രേ. ഇത് യഥാർത്ഥത്തിൽ ഒരു ഐഫോൺ ജിഹാദാണ്. എന്ന് വെച്ചാൽ വളരെ ബോധപൂർവം ജിഹാദികളായിട്ടുള്ള ആളുകൾ ഈ ഐഫോണിനകത്ത് കടന്നു കയറി കടുത്ത ജിഹാദിത്തരം കാണിച്ച് ഈ സനാതനധർമ്മങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് ആപ്പിൾ ഐഫോണിനെ പിടിച്ച് കിലുക്കണം, കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകളുടെ പേര് പറഞ്ഞത് അവരാരും മോശമായതുകൊണ്ടല്ല. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും വളരെ വ്യാഖ്യാനിച്ച് അനുകൂലമാക്കി എടുക്കാൻ തന്ത്രപരമായ മികവുള്ളവരാണവർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ TG മോഹൻദാസിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ സമൂഹം ഒരു ചുക്കും ചെയ്തില്ല, അവർ കച്ചവടം ചെയ്യുകയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ ആ കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയുണ്ടായി. അങ്ങനെ പങ്കുവെച്ചൊരു കാർഡ് എനിക്കും ലഭിക്കുകയുണ്ടായി. അദ്ദേഹം നല്ലത് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു. ഏതായാലും അതുപോലെയുള്ള ആളുകൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഗതി ഒന്ന് വെച്ചത്. എങ്കിലും ഈ സഹോദരനെ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് പകരം എന്തായിരിക്കും ഇങ്ങനെ ഉണ്ടായത് എന്നറിയാൻ വേണ്ടി ഒരു ചെറിയ അന്വേഷണം ഞാനും നടത്തി. ആ അന്വേഷണത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഞാൻ കണ്ടെത്തിയത്. അതായത് ഏറ്റവും കൂടുതൽ ഫോണുകൾ, ഈ ഐഫോണുകൾ ഉപയോഗിക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഇത് 15 കോടി ജനങ്ങളെങ്കിലും ഇതിൻ്റെ ഉപഭോക്താക്കളാണ്. സമാനമായ അത്രയും അമേരിക്ക കഴിഞ്ഞാൽ സമാനമായ അത്രയും ഉപഭോക്താക്കൾ ചൈനയിലും വരും. അപ്പോൾ ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഐഫോണുകൾ ഉപയോഗിക്കുന്നത്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ 6 മുതൽ 7% വരെ ആളുകൾ ഇന്ത്യയിൽ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്. 6 മുതൽ 7% എന്ന് പറയുമ്പോൾ 140-145 കോടി ജനങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ കണക്ക് അത്രയുമൊക്കെയും എത്തിച്ചേരും. അപ്പോൾ UP-യിൽ നോക്കിയപ്പോൾ അതിനേക്കാളും തീരെ കുറവാണ്. 3%-2% ജനങ്ങൾ മാത്രമാണ് അവിടെ ഐഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗും ഹായും ഒക്കെ അവരുടെ ഗുണഭോക്താക്കളിൽ 95% വരുന്ന ആളുകൾ ഉപയോഗിക്കുന്ന സംഗതികളാകയാൽ അസ്സലാമു അലൈക്കും അതുപോലെ തന്നെ അവരുടെ ഉപഭോക്താക്കളിൽ 50% പേരോളം ഉപയോഗിക്കുന്ന സംഗതി ആകയാൽ അവരത് പ്രോഗ്രാം ചെയ്തപ്പോൾ ഇത് രണ്ടുമാണ് ചേർത്തത്. പക്ഷേ ജയ് ശ്രീറാം അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് സഹോദരൻ ഈ പറഞ്ഞ ഐഫോൺ ജിഹാദിനെതിരെ രംഗത്ത് വരികയും വളരെ അടിയന്തരമായി സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും, സുപ്രീം കോടതി ഇത്തരം കേസുകളെ വളരെ കരുത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. ഒരു കേസ് കൊടുത്ത് അടുത്ത വെർഷൻ ഇപ്പോൾ ഇറങ്ങാറായി, ഈ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒക്കെ ഇറങ്ങുമെന്ന് പറയുന്നു. അത് ഇറങ്ങുന്ന സമയത്ത് ഏതെല്ലാം കാര്യങ്ങൾക്ക് തിരിച്ചു പറയണം, ജയ് ഹനുമാൻ, ജയ് ശ്രീറാം, പിന്നെ അതുപോലെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആരൊക്കെയാണോ തിരിച്ചു പറയേണ്ടത്
അതിനുള്ള ഒരു സംഗതി നീക്കുന്നതായിരിക്കും അതിനുചിതമാവുക. അല്ലാതെ ഇതിപ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും ആപ്പിൾ ജിഹാദും ഐഫോൺ ജിഹാദും നടത്തിയതാണെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവരെ നമുക്ക് ആക്രമിച്ച് ബോംബിട്ട് വെടിവെച്ച് കൊല്ലാം. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മലയാളത്തിൽ ഒരു സമാധാനം പറഞ്ഞു കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞവരാരെങ്കിലും രംഗത്തെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.